Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Okay. Good afternoon, sir. Okay, good afternoon. മഴയൊക്കെ ഉണ്ടോ നാട്ടിലെ? മഴയുടെ ഇടയ്ക്ക് ഇവിടെ നല്ല വെയിലാ. ഇന്നില്ല സാർ. വെരി ഗുഡ്. മഴയില്ല. ഓക്കെ, അപ്പോ കാലാവസ്ഥയൊക്കെ വളരെ ഉഷാറായിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആൻസി, സർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഇന്ന് മഴയൊന്നും ഇല്ല. ഒന്നും മഴയൊന്നുമില്ല. യെസ്, ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഏത് കാലഘട്ടമാണ് ആൻസി ഇഷ്ടം? മഴക്കാലമാണോ വേനൽക്കാലമാണോ? വേനൽ. ഹലോ സാർ, സൗണ്ട് ഇല്ലല്ലോ, തീരെ കേൾക്കുന്നില്ല. അതെ, അമല കേൾക്കുന്നത് വേറെ വല്ല എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? ഇല്ല സാറേ. അമല കേൾക്കാൻ പറ്റുന്നില്ല സാർ. ഒന്നും പറ്റുന്നില്ലേ? ഒന്ന് രണ്ടാമത് റീജോയിൻ ചെയ്ത് നോക്കി. ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. അപ്പൊ എന്തെങ്കിലും ഒരു ടെക്നിക്കലായ വിഷയം എടുക്കുന്നത് അവിടുത്തെ മാത്രം. വേറെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഒരു കാര്യം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്, അപ്പൊ നമ്മുടെ യൂണിറ്റ് നമ്പർ 16 ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിന്റെ അകത്ത് ഒരു പാരഗ്രാഫ് നമുക്ക് കാണാം. ഇതിനു മുമ്പ് നമ്മളിത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് അറിയാം എങ്ങനെയാണ് ഈ സംഗതി ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്നോളജി അത് അവിടെ ഇരിക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അത് അല്ലാതെ നമുക്ക് എങ്ങനെ നോക്കാമെന്നുള്ള കേസാണ് നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പഴയ നമുക്ക് പരിചയമുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയാണ് നമ്മളിവിടെ കാണുന്നത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പൂരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഈസി എർത്ത്, ഒരു വാസി എർത്ത്, അങ്ങനെയൊക്കെ നമ്മളവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്. ചോദിച്ചോളൂ. ഇതിപ്പോ ഫസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ അല്ല, ഇതിന് മുന്നേ ചാപ്റ്റർ എന്തെങ്കിലും എടുത്തിരുന്നോ? ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നിങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടി എടുത്തിട്ടില്ല. മുമ്പൊന്നും എടുത്തിട്ടില്ല. യെസ്, ഷഹാനോട് പറയാതെ എടുക്കൂ. അതുകൊണ്ട് മതി. യെസ്, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഈസും മാസൊക്കെ ചേർത്ത് നമ്മൾ പണ്ട് പൂരിപ്പിക്കുകയും മാർക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്നേക്ക്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഗ്യാപ്പും എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു ഈസി ചേർക്കാനോ ഒരു ആം ചേർക്കാനോ ഒരു ആറ് ചേർക്കാനോ ഒക്കെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അവിടെ 2 or 3 സെന്റൻസ് ചേർക്കാം. ഈ കഥയോട് യോജിച്ചു പോകാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഊഹിച്ചെടുത്തു. കഥയുടെ ഔട്ട്ലൈനാണിത്. ഇതുപോലെ ഒരു ഇതേന്റെ രീതിയിലുള്ള വാക്കുകൾ വന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡാഷ് വെച്ച് ഞാൻ തരാം. നിങ്ങൾ ചെയ്ത് നോക്കാം. പറ്റില്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. അഭയ് കൃഷ്ണ ഉണ്ട്. അഭയ് കൃഷ്ണ, യെസ്, അഭയ് കൃഷ്ണ വരുമെന്ന് വിചാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അബിത. യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഡോണ്ട് വറി, അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ക്ലാസ് ഈസ് എ ടെൻഷൻ ഫ്രീ ക്ലാസ്. എന്താണ്?
ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്. യെസ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ ഇവിടെ അബിത, നമ്മളിവിടെ ഒരു പാരഗ്രാഫ് കാണുന്നുണ്ട്. അബിത അതൊന്ന് വായിച്ചാൽ. ഓക്കെ. A farmer and a painter walk in forest. Hear a bear coming. Trembles with fear. Farmer climbs tree and hide. Dash. Painter falls back as it's dead. The bear stiff think dead. Dash, go away. Dash, farmer comes down. Dash, asks what the bear say. Dash, never to make friends with one. Dash, run away. Dash, when friend in danger. ഓക്കെ. അപ്പോ അഭയ് കൃഷ്ണ ഇത് വായിച്ചു, അല്ല അഭയല്ല, അഭിത ഇത് വായിച്ചു കഴിഞ്ഞപ്പോ അഭിയുടെ മനസ്സിലേക്ക് ഇതിന്റെ കഥ ഓർമ്മ വന്നു, അല്ലെങ്കിൽ സംഭവം ഓർമ്മ വന്നു അല്ലേ? എന്ത് കഥയുണ്ടോ പറയാമോ? അത് മരത്തിന്റെ ഒരടുത്ത് കൂടെ ഫാർമറും പെയിന്റ് നടന്നു പോവായിരുന്നു. അപ്പോൾ ബിയറിനെ കണ്ടു. ബിയറിനെ കണ്ടപ്പോഴും ഫാർമർ ചാടി ബിയറിനെ കണ്ടു. ഡെഡായ പോലെ കിടന്നതാണ്. ഹലോ, ഡെഡായ പോലെ കിടന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണ്? അവര് പോകുന്നുള്ള ഡെഡായ പോലെ. ഈ ബെയർ ഒരിക്കലും ഈ ഡെഡായ സാധനം കഴിക്കില്ല. അപ്പൊ അത് കഴിക്കൂല. ഡെഡ് അത് പിടിച്ചുകൊണ്ട് കഴിക്കുള്ളൂ. ഡെഡായിട്ട് കിടക്കുന്ന സാധനങ്ങൾ വേറെ അത് അവോയ്ഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്മെല്ല്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. And waste if thing needed. ഓക്കെ, നോ പ്രോബ്ലം. ശരിയായി, ഏതാണ്ടൊക്കെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഫാർമർ ഉണ്ടായിരുന്നു, പെയിന്റർ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നുപോയി ഒരു ദിവസം കാട്ടിലേക്ക്. അപ്പൊ ഒരു ബെയറിന് വരുന്ന ശബ്ദം കേട്ടു. അപ്പോ ഫാർമർ ഓടി മരത്തിന്റെ മുകളിലോട്ട് കയറി. പെയിന്റർ താഴെ നിന്നു. ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയിൽ ഫാർമറും പെയിന്ററും ആയിരിക്കില്ല, വേറെ രണ്ടുപേരെ. യെസ്, അപ്പൊ പെയിന്റർ ഒരു മരിച്ച രീതിയിൽ ചത്ത് കിടക്കുന്നത് പോലെ താഴെ കിടന്നു. കരടി വരുന്നു, മണത്ത് നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കരടി തിരിച്ചു പോകും. അപ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ ഫാർമർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അദ്ദേഹം വന്ന് നമ്മുടെ പെയിന്ററോട് ചോദിക്കുന്നു. അദ്ദേഹം വിചാരിച്ചത് മണത്തു എന്നല്ല, കരടി വന്ന് എന്തോ ഇവന്റെ ചെവിയിൽ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ എന്താണ് ആ കരടി വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ പെയിന്റർ വേദന പറഞ്ഞു, ആപത്തിൽ ഉപകരിക്കാത്ത ഒരു വ്യക്തിയെ സുഹൃത്തായിട്ട് കൊണ്ടു നടക്കരുത് എന്നാണ് പറഞ്ഞത്. സംഭവം ഇവിടെ ഒരു ആപത്ത് കരടി വന്നു കഴിഞ്ഞപ്പോ ഒരാൾ കൂടി രക്ഷപ്പെട്ടു, കൂടെ ഉള്ളവരുടെ കാര്യം നോക്കിയില്ല. ഇതാണ് സംഭവം. ഇത് നമുക്ക് പരിചയമുള്ള ഒരു കഥയാണ്. സംഭവം നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്യണത് നമ്മുടേതായ രീതിയിൽ ആഡ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ് അബിത, വെരി ഗുഡ്. അജീന. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അജീന, ആ ഫസ്റ്റ് വരി ഒന്ന് വായിച്ചേ. ഫാർമർ ആൻഡ് പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ് അല്ലേ? ഓക്കെ, അത്രയും വരെ മതി, വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു, അത്രയും വരെ ഉള്ളൂ. ഒരു ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ്. ഞാൻ അതൊന്നും വേണ്ട, അത്രയും വരെ മതി. ഫോറസ്റ്റിന്റെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും, അവിടെ നിർത്തി നമ്മൾ. ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വർക്ക് ഇൻ ഫോറസ്റ്റ്.
അപ്പോ ഒരു ഫാർമറും ഒരു പെയിന്ററും കൂടി കാട്ടിലൂടെ നടക്കുകയാണ്. ഇത്രയും പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പോ ഞാനൊന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അജീന വേഗത്തിന്റെ അവിടെ സാധനം ഇടും, വേർ വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്, അല്ലെങ്കിൽ ആർ വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം അവിടെ പൂരിപ്പിക്കും. അത് അജീനക്ക് പറ്റുള്ളൂ, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നമുക്കത് വേണ്ട, അതൊന്നും പൂരിപ്പിക്കുന്നത്. ഇത്രയുള്ള സിറ്റുവേഷൻ. ഒരു ഫാർമറും ഒരു പെയിന്ററും കൂടി കാട്ടിലൂടെ പോവുകയാണ്. ഇതിന് മുന്നിലും പിന്നിലുമായിട്ട് 2-3 സെന്റൻസ് അജീന സ്വന്തമായിട്ടൊന്നും ഉണ്ടാകും. അജീനയുടെ ഭാവനയാണ്. അജീനക്ക് വേണമെങ്കിൽ പറയാം, പണ്ട് 2 പേരുണ്ടായി. ഒരാ ഹലോ സർ കേൾക്കുന്നില്ല, കട്ടായി. കട്ടായല്ലോ. ഹലോ സാർ, കേൾക്കുന്നില്ല? നെറ്റ്വർക്ക് പ്രോബ്ലം ആയിട്ടുണ്ടാവും. കേൾക്കുന്നില്ല. അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. വെയിറ്റ്. ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവിടുന്ന് കട്ടായെന്ന് തോന്നുന്നു. സാറ് പോയോ? കാണുന്നില്ല, പോയി തോന്നുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഓക്കെ ഓക്കെ. To read the story silently, the teacher deleted the first word in every sentence. She asked them to complete the story. എല്ലാവരും കോള് കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടി ഒന്ന് കയറി നോക്കാം. She deleted the second word. സാറിന് കണ്ടില്ലല്ലോ. വന്നിട്ടില്ല. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നുന്നുണ്ട്. വി ഹാവ് ടു വെയിറ്റ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇപ്പൊ. നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് അല്ല, മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് വന്നിട്ടില്ലേ? ആ ഓക്കെ. ഈ ഗ്രൂപ്പിൽ ഹലോ, ആരെങ്കിലും ഒന്ന് പറയൂ. സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ജോയിൻ ആയിട്ടില്ല, എന്നെ ഒന്ന് ജോയിൻ ആക്കാവോ? ഞാനും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ജയലക്ഷ്മി, എന്റെ പേര് ജയലക്ഷ്മി. ഒന്ന് ആഡ് ചെയ്തേക്കണേ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ. ആദ്യമായിട്ടാ ക്ലാസ്സിൽ വരുന്നത്. ഹലോ, നമ്പർ പറയൂ ജയലക്ഷ്മി. ഓക്കെ, 98 ഒരു മിനിറ്റ്. 98 46 46 0
അഡ്മിന്റെ പേരൊന്ന് പറയുമോ? എന്നെയും കൂടി ഒന്ന് add ചെയ്യണേ. പേര് അമല 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 ഹലോ അമല ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഉള്ളൂ. അമല അമല എന്നെയും കൂടെ ഒന്ന് add ആക്കാവോ? ഒരു മിനിറ്റ് ജയലക്ഷ്മി. ഹലോ ഹലോ അമല ഹലോ ജയലക്ഷ്മി ഉണ്ടോ? അതെ അതെ പറഞ്ഞോളൂ. നമ്പർ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. ആ 9846087196. ഓക്കെ അതെ അതെ. ഇനി അടുത്ത അമല. ഹസീന. 92 അമലയാണോ ഹസീനയാണോ ഇത്? അതെ 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 അമല അമല അമല. നമ്പർ പറഞ്ഞു. 92 ഓക്കെ 07 07 37 37 1508. 1508. അതെ 9207371508. അതെ അതെ. ഇനി അടുത്ത ആള് അമലയോ? ഹസീന. ഹസീന. 73 73 06 06 11 11 50 76. 50 76. ഹസീന. 73 06 11 50 76. ഹസീന. ന്യൂ സ്റ്റുഡന്റ് ആണോ? അല്ല, എനിക്കിപ്പോ 1 വീക്കില് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഗ്രൂപ്പില് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 3 പേരുണ്ട് എന്റെ അടുത്ത് നമ്പർ പറഞ്ഞേക്കണം. ജയലക്ഷ്മി, അമല, ഹസീന. എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്യോ? ഒരാളായിട്ട് പറയോ? ഓരോരുത്തരായിട്ട് പറയോ? എന്റെ നമ്പർ പറയട്ടെ. പേര് പറയും. അപർണ. അപർണ. നമ്പർ പറഞ്ഞോ. 80 89 89 05 05 20 ഓക്കെ 48 8089052048. ഇനി അടുത്ത അഞ്ജു. ഓക്കെ നമ്പർ പറഞ്ഞോ. 94 ഓക്കെ 97 ഓക്കെ 37 ഓക്കെ 91 70. 9497379170. അതെ അതെ. എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യുമോ? പേര് പറയ്. സുമയ്യ. നമ്പർ പറഞ്ഞോ. 95 ഓക്കെ 44 ഓക്കെ 04 ഓക്കെ 84 ഓക്കെ 10. ഓക്കെ ശരി. 9544048410. കറക്റ്റ് അല്ലേ? അതെ അതെ. എന്റെ പേര് ശരണ്യ. നമ്പർ പറയട്ടെ? പറഞ്ഞോ. 73 ഓക്കെ 06 06 20 20 73 73 38. ഓക്കെ ശരി. ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ. എന്റെ പേര് വിഷ്ണുപ്രിയ എന്നാണ്. ഗ്രൂപ്പിന്റെ പേര് ബ്ലൂമിംഗ് ബേർഡ്സ് ആണ് കേട്ടോ. ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു ഹായ് ഇട്ടേക്കണേ. ഓക്കെ ശരി. ഗ്രൂപ്പിന്റെ പേര് ഒന്നുകൂടെ പറയോ? ബ്ലൂമിംഗ് ബേർഡ്സ്. ഓക്കെ ശരി. എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാമോ? ഇതാരാണ്? പേര് പറയൂ. അമൃത. ഓക്കെ നമ്പർ 9 44 661 06 14.
89446610 അതെ അതെ. ഇപ്പൊ എന്താ ചെയ്യാ? ലീവ് ചെയ്യണോ? ഇനിയിപ്പോ കട്ട് ചെയ്യാലോ, എക്സിറ്റ് ആവാം. ഒരു മിനിറ്റ് നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറയൂ. അഡ്മിൻ 5 പേരുണ്ട്, 5-6 പേരുണ്ട്. എന്റെ പേര് വിഷ്ണുപ്രിയ എന്നാണ്. ഓക്കെ ഹലോ, ഓക്കെ. ഇപ്പം ജോയിൻ ആയതാ? ക്ലാസ് ഇല്ലേ? സാറ് ഇത്ര നേരം ഉണ്ടായി, പെട്ടെന്ന് കോള് കട്ടായി. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. കോള് വന്ന് കാണുമായിരിക്കും ചിലപ്പോ. കോള് വന്നായിരിക്കില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു. ഓ, എനിക്ക് കട്ടായി. ഞാൻ എക്സിറ്റ് ആവാണ്. ഞാനും എക്സിറ്റ് ആവുകയാണ്. ഞാനും എക്സിറ്റ് ആവാണ്. ബൈ ബൈ. ഓക്കെ ബൈ. കൊറേ ടൈം ആയോ കട്ടായിട്ട് സാറിന്റെ? ഒരു 5 minutes ആയിട്ട് വയ്ക്കത്തുള്ളൂ. ഒരു 2 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അതെ അതെ. എങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. സാറ് തന്ന വർക്ക് നമുക്ക് ചെയ്തു നോക്കാലോ. ചെയ്യാം. അതൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഓക്കെ, നോക്കട്ടെ. ഞാൻ അത് സ്ക്രീൻ ഷെയറിങ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കേടാ, ഒരു മിനിറ്റ് അതൊന്ന് എഴുതിയെടുത്തോട്ടെ. എന്റെ ടെക്സ്റ്റ് ബുക്കേ ഉള്ളു, അപ്പൊ എങ്ങനെയാ ഞാൻ ഷെയർ ചെയ്യാ? വന്നെന്ന് തോന്നുന്നു. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അത് നെറ്റ് പോയതാണ്, മൊത്തത്തിൽ നെറ്റ് പോയി. അതുകൊണ്ടാണ് അതിനുള്ള ഒരു ഓക്കെ. യെസ്, അങ്ങനെ സംഭവിക്കാറില്ല, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. അതിന് സംഭവിച്ചു. ഓക്കെ ശിശിര. യെസ്. പിന്നെ നമുക്കൊരു 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കില്ല. എന്നാലും നമുക്ക് തുടങ്ങി നോക്കാം. യെസ്. അപ്പൊ നമ്മൾ ആരായിട്ട് ഡിസ്കസ് ചെയ്തോണ്ടത്? ആള് പോയാ? കേൾക്കുന്നില്ലേ ഞാൻ പറയണേ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചാലും കിട്ടിയില്ല. അപ്പൊ ശിശിര പോലും. ശിശിര. സർ. ഓക്കെ നമുക്ക് സ്ക്രീനിലോട്ട് വരാം. Okay, a farmer and a painter dash work in the forest. ശിശിരയുടെ ഭാവന അനുസരിച്ച് പൂരിപ്പിക്കും. നോ പ്രോബ്ലം. അങ്ങനെ ശിശിരക്ക് എന്താണ് തോന്നുന്നത് ഫ്രെയിം വർക്ക് ഒക്കെ കൊടുത്ത് ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ ബാക്കി ടീച്ചേഴ്സിന്റെ കലാപരമായിട്ടുള്ള സർ, ഗ്രാമർ ഒക്കെ കുറെ ആയി അതിന്റെ ടച്ച് ഒക്കെ വിട്ടിട്ടേ, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. യെസ്, അതാണ് വേണ്ടത്. നമുക്ക് ഞങ്ങൾ എത്ര പേരുണ്ട്? 40 ഞാൻ ഉൾപ്പെടെ 41 പേരുണ്ട്. We will support you. Yes, very. A farmer and a painter വെന്റ് ആണോ അല്ലെങ്കിൽ ഹാഡ് ആണോ? വെന്റ് ആണോ എനിക്കൊരു സംശയം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ഒരു പേറ്റർ. വേറെ ലെവലിൽ ആരംഭിച്ചാൽ മതി. ഇത് ഒരു ഔട്ട്ലൈൻ മാത്രം. വേറെ ലെവലിൽ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞോട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. ശിശിരയുടെ
മനോധർമ്മം അനുസരിച്ച് പറഞ്ഞു. Once upon a time, a farmer and a painter were walking in forest, and they heard a deer. അങ്ങനൊന്നും പോണ്ട, കാനഡയിലോട്ടൊന്നും പറയണ്ട, അങ്ങനൊന്നും പോണ്ട. അതൊറ്റ ഡാഷ് പൂരിപ്പിച്ചാൽ മതി. ആ ഒരു ഡാഷ് ഒറ്റ ഡാഷ്, അതായത് എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ്. അപ്പോ ശിഷ്യനക്ക് തന്നേക്കണ ആ ഒരു ഡാഷ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ബാക്കിയുള്ള ശ്രദ്ധയ്ക്ക് നമുക്ക് അടുത്ത അളവിടാം. യെസ്. അപ്പോ ഇവിടെ ശിഷ്യന് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഫാർമറും പെയിന്ററും കൂടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കാട്ടിലേക്ക് വരണ്ട, വേറെ എന്തെങ്കിലും പറ. അത് കഴിഞ്ഞ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെന്റൻസിൽ കാട്ടിൽ വരുത്തുകയും ചെയ്യും. അത് മുമ്പ് എന്തെങ്കിലും പറ. Once upon a time, a farmer and a painter, they were thick friends. They were good friends, and they decided to go for a walk in forest. ഇനി പറയണോ? ഇനി ബാക്കി ഞാൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കണോ അതോ ഞാൻ വേറെ? ഓക്കെ ശിശിര, വെരി ഗുഡ്. അപ്പൊ ആ ഒരു ഡാഷ് ശിശിര കംപ്ലീറ്റ് ചെയ്തു. Years ago, once upon a time, there lived a farmer and a painter. അവിടെ ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ഒരു പെയിന്റർ ഉണ്ടായിരുന്നു. അപ്പോ ശിശിര പറഞ്ഞ് there were thick friends. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒന്നും ഇല്ലാതില്ല, പക്ഷെ അതെല്ലാം കയ്യിൽ നിന്ന് അതിന് ചേർത്തു, നമ്മുടെ ശിശിര ചേർത്തു. There were thick friends. അവരൊക്കെ ആരായിരുന്നു? നല്ല അടിപൊളി സുഹൃത്തുക്കളായിരുന്നു. One day, ഒരു ദിവസം they decided to go to forest. ഒരിക്കലും ഒരു ദിവസം അങ്ങനെ അവര് ഫോറസ്റ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് ഈ സെന്റൻസ് എടുക്കാം. And they were walking through the forest. അവരതിനെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ മനസ്സിൽ കാണുക, ഒരു ഫാർമർ, ശിശിര ഒന്ന് മ്യൂട്ട് ചെയ്തു. ഫാർമർ എന്നോടൊപ്പം തന്നെ പെയിന്റുകളും കൂടി കാട്ടിലൂടെ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. യെസ്. അപർണ. അപ്പൊ നമുക്ക് അടുത്ത ഡാഷിലോട്ട് വരാം. അടുത്ത ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാഷ് ഹിയർ എ ബെയർ കമ്മിങ്. അത്രയും വരും. ആ ഒരൊറ്റ ഡാഷ് ഉള്ളൂ ആർക്ക്? അപർണക്ക്. അവിടെ എന്ത് ക്രിയേറ്റിവിറ്റി നടത്താൻ പറ്റും എന്നുള്ള കാര്യം അപർണ ഒന്ന് ആലോചിക്കും. അപ്പൊ നടക്കുന്നു ഡാഷ് ഹിയർ എ ബെയർ കമ്മിങ്. ഒരു കരടി വരുന്നത് കാണാം. അതിന്റെ ഇടയിൽ എന്ത് ക്രിയേറ്റിവിറ്റി അപർണക്ക് നടക്കണം? They were feel hungry or thirsty. Then they saw a river and sit there. അതുപോലെ ഈ കടയിലൊന്നും ഇല്ലാതിരുന്നൊരു സാധനത്തിന് അപർണ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു നദിയെ അവർക്ക് വിശന്നു, അവരൊരു നദി കണ്ടു. ഇതൊന്നും കരടി വരുന്നതിന് മുമ്പേ നമുക്ക് ഫ്രെയിം വർക്ക് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഒരു ടീച്ചർക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ചെന്നിട്ടൊക്കെ നേരിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികൾ മൈൻഡ് ചെയ്യില്ല. അപ്പൊ ടീച്ചർക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് ഹൗ വി ക്യാൻ പ്രസന്റ് ഇറ്റ്. അതിന് മുന്നിലും പിന്നിലും നമുക്ക് എന്തൊക്കെ ചേർത്ത് നമുക്ക് ഇതെങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ടീച്ചറിന്റെ കഴിവിരിക്കുന്നത്. ആ ടീച്ചറാണ് മറ്റു ടീച്ചർമാരിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കന്മാരെ പറയും, അവിടെ കുറെ ടീച്ചറുകൾ ഉണ്ടെങ്കിലും 5ലെ ടീച്ചർ വേറെ ലെവലാണ് കേട്ടോ, അല്ലെങ്കിൽ ഫാത്തിമ ടീച്ചർ വേറെ ലെവലാണ് കേട്ടോ എന്ന് പറയും. യെസ്, കുട്ടികളും അങ്ങനെ തന്നെ എന്നായിരിക്കും അവിടെ അവർ പഠിച്ചത്. ഓക്കെ, let us come to a point. Aparna, you continue. Very good, very good. Thank you, sir. Thank you. Then they saw a river and sit there. Suddenly, they saw a bear coming. ഞാൻ അതിന്റെ ഇടയ്ക്കൊന്നും പറഞ്ഞോട്ടെ. അവരവിടെ ഇരുന്നില്ല, കയ്യിൽ ചേർക്കുന്നതാണ്. അവരുടെ കയ്യിൽ ഒരു സഞ്ചിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കയ്യിൽ നിന്ന് ചേർത്ത് അവിടെ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ബിയർ വരുന്നതായിട്ട് എന്നെ അപർണ പറഞ്ഞു. ബിയറിനെ അവിടെ നിർത്ത്. ചെടികൾക്കൊക്കെ ഒരു അനക്കം പോലെ തോന്നി. ഇവര് രണ്ടുപേരും സൂക്ഷിച്ചു നോക്കി. അല്ല, എന്നിട്ട് ബിയറിനെ കിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ എഫക്ട് കിട്ടില്ല. നിങ്ങൾ സിനിമയിൽ എടുത്ത് നോക്കിയാൽ
നായകൻ വരുന്നതിന് മുമ്പ് നായകനെ കുറിച്ച് മറ്റ് കഥാപാത്രങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. ഇന്നതാണ് ഇന്നതാണ് പറയിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം ഇട്ട് തരും. എന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് സീലാണ് ഓടി വരില്ല. അതിനൊരു സംഗതി ഇട്ട് കൊടുക്കും. ഒരു ബിൽഡ്, അതിനെ പറയുന്ന വേറൊരു പേരാണ് ഒരു ബിൽഡപ്പ് എന്ന് പറയും. യെസ്, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേറെ ആൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അയാൾ വന്നിട്ടില്ല, സുഹൃത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബിൽഡപ്പ് കൊടുക്കും. വന്നാണ് പുലിയാനിട്ട് അയാള് മറ്റേത് മറിച്ച് നിങ്ങളുടെ ബിൽഡപ്പ് കൊടുക്കൂലേ? ആ ബിൽഡപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ബിൽഡപ്പ് കൊടുക്കുക. കരടി അവിടെ നിൽക്കട്ടെ, കരടി സാവകാശം വരട്ടെ. ഇപ്പൊ പുഴയുടെ അടിയിൽ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരവിടെ നിന്നും അവരവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അപ്പൊ അവരവിടെ ഒരു ചെടിയുടെ ഇടയിൽ ഒരു അനക്കം കാരണം ആ അനക്കം അവർ ശ്രദ്ധിച്ചു. അപ്പോഴായിരിക്കണം ബിയർ വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, കാര്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത് നമുക്ക് ആരംഭിക്കാം. പറഞ്ഞത് ഇന്ന പ്രാവശ്യം കൊടുത്ത് നിൽക്കണമെന്ന് നമ്മൾ നിർബന്ധമില്ല. സാവകാശം ആരംഭിച്ചോളൂ. രണ്ടുപേരും കൂടി കാറ്റുകൊണ്ട് നടക്കുക. ഇനി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരുടെ മനസ്സിലേക്ക് വേറെ വല്ല ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് പറഞ്ഞു. ഓക്കെ. They sit there and take their food. Yes. And they start to eating their food. Suddenly, some arguments with the farmer and painter. Bushes. Okay, continue. Some arguments. അതായത് രണ്ടുപേരുടെ ഇടയ്ക്കൊരു സംസാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഉണ്ടായി. അപ്പം they quarreled each other. And painter throw their food and stand up. Yes. മലയാളത്തിൽ പറയാമോ? അപ്പോഴേ വഴക്കുണ്ടായതിനു ശേഷം പെയിന്റർ എണീറ്റ് പെട്ടെന്ന് മാറിപ്പോവാനായിട്ട് എണ്ണീറ്റു. പെട്ടെന്ന് ഫാർമർ അത് തടഞ്ഞു. ഇല്ല, നീ ഫുഡ് കഴിക്കേ, പ്രശ്നം വേണ്ട, കഴിക്കുമ്പോൾ എണീറ്റ് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഫാർമർ അത് തടഞ്ഞു. കാരണം പുള്ളി ഒരു ഫാർമർ ആണല്ലോ. അപ്പൊ പുള്ളിക്ക് അതിന്റെ ആഹാരത്തിന്റെ വില അറിയാമല്ലോ, എങ്ങനെയാണത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളൊരിത്. അപ്പൊ പിന്നെ അവര് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ചെടിയുടെ അനക്കം. പെട്ടെന്ന് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവർ രണ്ടുപേരും പേടിച്ചു. അപ്പോഴാണ് ഈ ബിയർ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. വേറെ വരുന്നതായിട്ട് കണ്ട സ്ഥലം വരെ നമുക്ക് നിർത്താം. കാരണം അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ആർക്ക് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ ഫിനിഷ് ചെയ്ത് നോക്കിയേ. അവരുടെ ഇവിടെ കയ്യിൽ ചേർത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കയ്യിൽ ചേർത്ത് ഈ രണ്ടുപേരും ഒരു വിശന്നു കണ്ടു. അവരത് കഴിഞ്ഞതിന് ശേഷം ഒരു റിവർ കണ്ടെന്ന് പറഞ്ഞു. അവരത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അവർ തമ്മിൽ തല്ലു പിടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന് വില അറിയാവുന്നതുകൊണ്ട് ഫാർമർ അയാളെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞു. പേര് തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ ചെടികളുടെ ഇടയിൽ ഒരു അനക്കം കണ്ടത്. അപ്പോഴാണ് അവിടെ ഒരു ബിയർ കണ്ടത്. ഇത്രയും കാര്യം ആരും ചേർത്തു, അവരുടെ ചേർത്തു. ഇതൊന്നും ഇതിനകത്തില്ല അല്ലെ? ഇതൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇല്ലാതിന്റെ ഭാവനയില് അവരുടെ അതൊക്കെ ചേർത്തു. ഓക്കെ, വെരി ഗുഡ്. അതാണ് നമുക്ക് വേണ്ടത്. വെരി ഗുഡ്. യെസ്. They were walking through the forest, along the forest. Suddenly, they saw a river. Then they were hungry. They started to eat their food. Suddenly, on an issue, they quarreled, and the painter, he started to go back. The farmer prohibited him and asked him to eat the food. And after that, they saw some bushes were shaking. So they looked at that particular spot. Suddenly, they saw a bear is coming. അപ്പൊ അങ്ങനെ കരടി വരുന്നത് വരെ അവർ കണ്ടു. ഓക്കെ, വെരി ഗുഡ്. അഞ്ജന മേപ്പി. എന്തൊക്കെയുണ്ട് അഞ്ജന വിശേഷം നാട്ടില്? മഴയൊക്കെ ഉണ്ട് സാർ. ഇന്ന് ഇച്ചിരി വെയില.
ശരി. മഴയായിരുന്നു, ഇന്ന് ഇത്തിരി വെയിലാണ് അല്ലെ? എവിടെയാണ് നാട്? മൈലംകുളം, പുത്തൂര്, കൊല്ലം. കൊല്ലം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അഞ്ജന, നമുക്ക് ഇനി അടുത്ത ഒരു ഡാഷിലോട്ട് വരും. മൂന്നാമത്തെ ഡാഷാണ് അഞ്ജനക്ക് ഉള്ളത്. വയർ കമ്മിങ് വരെ കഴിഞ്ഞു. ഡാഷ് ട്രെമ്പിൾസ് വിത്ത് ഫിയർ. ട്രെമ്പിൾസ് വിറയ്ക്കുക, പേടിക്കുക, ഭയം കൊണ്ട് വിറച്ചു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റുമെന്ന് വെച്ചാല് അഞ്ജനക്ക് ചേർക്കാം. അയാളാ മലയാളത്തിൽ പറഞ്ഞ സാർ. നമുക്ക് ഇംഗ്ലീഷോട്ട് ആക്കാം. പറഞ്ഞു നോക്ക്. രണ്ടാമത്തെ സെന്റൻസിന്റെ ഇടയിൽ ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇങ്ങനെ വരുന്ന പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണല്ലോ കാണുന്നത്. പെട്ടെന്ന് അപ്പം മനസ്സിൽ തോന്നിയ അയാൾ വിചാരിക്കും, ഫാർമർ വിചാരിക്കുന്നത് ഇനി എങ്ങോട്ട് ഞാൻ പോകും, ഇനി എന്നെ എന്തോ ചെയ്യുമെന്നുള്ള ഒരു അപ്പൊ നമുക്ക് അത് വഴി ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ആഗ്രഹമല്ല. അപ്പൊ അതിനും കൂടി പറ്റിയ രീതിയിൽ നമുക്ക് വഴിയാക്കാം. ഫാർമർ ഒന്ന് പെയിന്ററെ നോക്കി, പെയിന്റർ ഒന്ന് ഫാർമറെ നോക്കി. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഓക്കെ, ചെറുതാക്കിയതാണ്. ഓക്കെ, കറക്റ്റ്. അപ്പൊ അവര് രണ്ടുകൂടെ ഒരു മാർഗം, ഇനി എങ്ങനെ നമ്മൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ, അതിന് നമ്മൾ ഇനി എന്താ ചെയ്യണ്ടെന്ന് അവര് തമ്മിൽ രണ്ടുപേരുടെ ഫാർമറും പെയിന്ററും കൂടെ സംസാരിക്കുകയും അങ്ങനെ അവര് എന്ത് ചെയ്യാനാ, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, ഇതിനെ കൊല്ലാനും പറ്റത്തില്ല, പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോന്നുള്ള ഒരു മാർഗം അവര് നോക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അഞ്ജലിയുടെ ഭാവനയെ ഞാൻ സമ്മതിച്ചു. കാരണം ഈ കാട്ടിൽ പോയിട്ടുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവര് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ജീവിയാണ് ഈ കരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ള ജീവികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകത, അതിനൊക്കെ ഒരു തറവാടിത്തമുണ്ട്. ആന കാട്ടിലുണ്ടെങ്കിൽ വളരെ അകലെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ എപ്പോ ആന നിന്ന് കഴിഞ്ഞാലും അതിന്റെ ചെവി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുറം കൊണ്ട് വീശുന്ന ഒരു ശബ്ദം നമ്മൾ നിശബ്ദമായിട്ട് പോകണമെങ്കിൽ വളരെ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ പ്രസൻസ്. പിന്നെ പുലി മറ്റേ പുലിയുടെ വംശത്തിൽപ്പെട്ട പുലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടുവൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു രാത്രിയാകുമ്പോഴേ ഇര പിടിക്കാനാണ്. അപ്പൊ രാത്രി സമയങ്ങളിൽ മാത്രം അതിന് നോക്കിയാൽ മതി, അല്ലാത്ത സമയത്ത്. ഈ കരടിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളിപ്പോ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മുകളിൽ കയറിയാല് അതും കയറും മരത്തിന്റെ മുകളിൽ. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അതും പറയുമ്പോഴൂടെ ഓടിച്ചിട്ട് രണ്ട് പിൻകാലം കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് വളരെ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ കിടപ്പുണ്ടാവും. ഈ ഉറുമ്പൊക്കെയുള്ള സ്ഥലത്തൊക്കെ അത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ഡേഞ്ചറസ് ആയ സാധനമാണ് ഈ കരടി. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, they saw a bear come. ഒരു കരടി വരുന്നത്. The farmer looked the painter. The painter also looked the farmer. രണ്ടുപേരും നോക്കി. They don't know what to do. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. They began to talk about how we can save. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചു. They began to think how they can save. അവിടെ നിൽക്കട്ടെ. റിഫ. ഓക്കെ, സേവ് ചെയ്യാൻ വരാം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, പറഞ്ഞോളൂ റിഫ. റിഫക്ക് ഞാൻ അടുത്ത ഒരു ഡാഷ് തരികയാണ്. വിത്ത് ഫിയർ ഫാർമർ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ്. ആ ഒരു ഡാഷാണ് റിഫ പൂരിപ്പിക്കുന്നത്. അവിടെ റിഫയുടെ ഭാവന അനുസരിച്ചുള്ള എന്ത് വേണമെങ്കിൽ ചേർക്കണം. ഏത് സെന്റൻസാ? നാലാമത്തെ ഡാഷ്. 1, 2, 3 വരെ കഴിഞ്ഞു. Dash farmer climbs the tree and hide.
പിടികിട്ടിയ ഫാർമർ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. അവിടെ വന്ന് അവസാനിക്കണം. അപ്പൊ അതിന് മുന്നിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ റിഫ്യൂട്ട് ചേർക്കാം. Suddenly, farmer thought of his friend painter, but he was helpless and he was very scared. So he thought that he done wrong to his friend, and he suggested farmer was very brave, and he suggested an idea was lying down as dead, and he told that the bear will not kill you because they doesn't like the dead bodies. Yes. And they painter fall flat as if dead, and the bear came across. The bear sniffs and think that the painter was dead. ഡാഷ് ഫാർമർ ക്ലൈംസ് ദ ട്രീ. അത്ര പേര് മതി. അവിടെ നിന്ന് പൂരിപ്പിച്ചാൽ മതി. നാലാമത്തെ ഡാഷ് കട്ടാൻ കൊടുക്കും. യെസ്, അതായത് മരത്തിന് മുകളിലേക്ക് കയറി പോകുന്നു ആര്? ഫാർമർ. എന്നിട്ട് അത് ഒളിച്ചിരിക്കുന്നു. ഓക്കെ റിഫ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ റിഫയുടെ ഭാവന അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവര് എന്ത് കണ്ടു? മരങ്ങൾ അനങ്ങുന്നത്, ചെടികൾ അനങ്ങുന്നത് കണ്ടു. അവിടെ നിന്ന് ബെയർ വരുന്നത് കണ്ടു. യെസ്, അപ്പോ വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഉയർന്ന മരം നിൽപ്പുണ്ടായിരുന്നു. യെസ്, ആ മരത്തിലേക്ക് വേണമെങ്കിൽ ഫാർമർ അള്ളിപ്പിടിച്ച് കയറി. പെയിന്റർ തന്റെ കൈയൊന്ന് നീട്ടിക്കൊടുത്തു, എന്നെ കയറ്റാൻ പറഞ്ഞു. കാരണം പെയിന്റർക്ക് അറിയില്ലായിരുന്നു എങ്ങനെ മല കയറണം എന്നുള്ളത്. പെയിന്റർക്ക് അറിയില്ലായിരുന്നു. ഫാർമർക്ക് അറിയാമായിരുന്നു. ഫാർമർ കയറിപ്പോയി. പക്ഷെ പെയിന്ററെ കയറാനായിട്ട് അനുവദിച്ചില്ല, സഹായിച്ചില്ല. അപ്പൊ അത്രയും വരെ സംഗതി കറക്റ്റ് ആയി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ റിഫ, വെരി ഗുഡ്. ശ്രീവിദ്യ. യെസ് സർ. യെസ്, നമുക്ക് ഇനി അടുത്ത ഡാഷിലേക്ക് വരാം. 1 2 3 4 5 കേട്ടാ. ഡാഷ് പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്. ഡാഷ് അവിടെ എന്തൊക്കെ ശ്രീവിദ്യക്ക് ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർക്കും. Painter falls flat as if dead. The bear smells the human. അങ്ങോട്ട് വരണ്ട, അവിടെ വരെ മതി. ഡെറ്റ് വരെ നിർത്തുന്നു. ബിയർ അവിടെ നിന്ന് കടത്താൻ കൊടുക്കുക. അതിന്റെ ഇടയിൽ ആ ഹൈഡ് കഴിഞ്ഞിട്ടുള്ള ഡാഷ് അല്ലേ, അതിന്റെ ഇടയിൽ 2 സെന്റൻസ് ആഡ് ചെയ്യണം. Painter wanted to escape, but the farmer refused to help him. വെരി ഗുഡ്, അത് കൊള്ളാം, നല്ല സെന്റൻസ് ആണ്. ഫാർമർ അത് സഹായിക്കാനായിട്ട് റിഫ്യൂസ് ചെയ്തു. വെരി ഗുഡ് വെരി ഗുഡ്, അത് കൊള്ളാം. And also he can't help him. He tried to save his own life. Yes. That time the bear come next to him. Yes. ഞാനൊരു സാധനം ഇട്ട് തരുന്നുണ്ട്, അതായത് ഇവര് മരിച്ചതുപോലെ കിടന്നാൽ ബിയർ ഒന്നും ചെയ്യില്ല, ബെയർ ഒന്നും ചെയ്യില്ല എന്ന് ഒരു ഐഡിയ വരേണ്ടത് കാരണം. Painter is a creative thinker. യെസ്, സംഭവം കറക്റ്റ്, ക്രിയേറ്റീവ് തിങ്കർ. അത് എങ്ങനെ പുള്ളിക്ക് ഐഡിയ കിട്ടി? സർ, ഒന്നെങ്കിൽ ആ പെയിന്റർ ദേഹത്ത് പെയിന്റ് അടിച്ചപ്പോ അതിന്റെ മണം കൊണ്ട് അത് ചിലപ്പോ ബിയർ അതിന്റെ സ്മെല്ല് അടിക്കുമ്പോ അതിന് ഇഷ്ടപ്പെട്ടാണ്ട് പോയതാവാം. I think bear eat only fresh meat. Yes, correct. I think ഫാദറിന് ഒരുപാട് ഐഡിയകളും എക്സ്പീരിയൻസും ഉണ്ടാവില്ല സർ. യെസ്, ഞാൻ അതാണ് ഞാൻ ആലോചിച്ചത് റിഫ. അയാൾക്ക് എങ്ങനെ ഈ ഐഡിയ പെട്ടെന്ന് മനസ്സിലായി? ഞാനിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടല്ലേ, അത് എടുക്കണമെന്നില്ല. വേണമെങ്കിൽ പുള്ളി ചിന്തിക്കാം, പണ്ട് എപ്പോഴോ പുള്ളി വായിച്ചൊരു കഥയിൽ ഈ ഒരു സംഗതി ഉണ്ടായിരുന്നു. എഴുത്തു പറഞ്ഞ സാധനം, അതായത് ഫ്രഷ് ആയ സാധനം മാത്രമേ കരടി കഴിക്കുള്ളൂ ഒരു ഐഡിയ പുള്ളി വായിച്ചത് പെട്ടെന്ന് പുള്ളി ഓർത്തു. ആ സെക്കൻഡിൽ ഇതല്ലാണ്ട് വേറെ പുള്ളിക്കൊന്നും ചെയ്യാനില്ലാത്ത, ഞാൻ അതാണ് പറഞ്ഞത്. എങ്ങനെ പുള്ളിക്ക് ഈ ഐഡിയക്ക് വന്നു എന്നുള്ള പുള്ളി പെട്ടെന്ന് ഒന്ന് റിമെമ്പർ ചെയ്യുന്ന സാധനം കൊടുക്കുക. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇതൊക്കെ എഴുതുന്ന പോലെ കാണണ്ട. ടി വിയിൽ നമ്മൾ ഇതൊരു
ഫിലിം പോലെ ഇങ്ങനെ എടുത്തു പോകുന്നു. ഓരോ യൂണിറ്റ് പോലെ നമ്മൾ എടുത്തിട്ട് ഓരോ ഷോർട്ട് പോലെ നമ്മൾ എടുത്തിട്ട് പോകണം. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മതി. എഴുത്തേക്കാൻ കിട്ടിയത് നമ്മൾ ടിവിയിൽ ഓരോ യൂണിറ്റ് വൈസ് എടുത്തെടുത്ത് പിക്ചറൈസ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. സഡൻലി ഒരു 2-3 ഡിറ്റോ പിന്നെ എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിച്ചത് അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഗതി ഇത് മുഴുവൻ മനസ്സിലേക്ക് ഓർമ്മ. പെയിന്ററിനെ ഗ്രാൻഡ് മദർ പറഞ്ഞ കഥയിൽ ഓർമ്മ വന്നു, ബിയർ വന്നിട്ട് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാലോ. ഞാൻ പറഞ്ഞതിന് അപ്പുറത്തെ അല്ല ശ്രീവിദ്യ, ഞാനൊരു പുസ്തകം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പുസ്തകം എന്ന് പറയുമ്പോ സാറ് പറഞ്ഞത് തന്നെ ഞാൻ പഠിച്ചതാവില്ലേ. അപ്പൊ പുസ്തകം ആര് മാറ്റി? ശ്രീവിദ്യ മാറ്റി. പകരം അവിടെ ആരെ കൊണ്ടുവന്നു? ഗ്രാൻഡ് മദർ പറഞ്ഞ കഥയെന്ന്. ഗ്രാൻഡ് മദർ പറഞ്ഞു കഥയില് ഓർമ്മ വന്നു, ബിയർ വന്നിട്ട് ഫ്രഷ് ലൈവ് ഇത് മാത്രമേ കഴിക്കുള്ളൂ. യെസ്, ഞാൻ പറയുന്നത് പോകേണ്ടത്. യെസ്, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ ശ്രീവിദ്യ. His final option was to lie like a dead body. Yes, okay, അവിടെ നിൽക്കട്ടെ. കറക്റ്റ് ആയി. അപ്പൊ സഡൻലി he thought of a story told by his grandmother. അപ്പോ ഒരു ഗ്രാൻഡ് മദർ പറഞ്ഞ കഥ അവൻ ഓർത്തു. Then finally he falls flat as if dead. മരിച്ചതുപോലെ അവൻ അവിടെ കിടന്നു. ഓക്കെ, ഞാൻ ഇനി ഓർത്തൊരു പേര് വിളിക്കുകയാണ്. ഇനി ആരാ ധൈര്യസമയം കൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഭാവന ഉള്ളവർ ഇങ്ങനെ പറയാം, സാർ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. യെസ്, ഹു ഈസ് കമ്മിങ്? സർ പ്രസൂബ. പേരെന്താണ്? പ്രസൂബ. വെരി ഗുഡ് പ്രസൂബ. യെസ്, അപ്പൊ നമുക്ക് 1 2 3 4 5 6 ആറാമത്തെ അതല്ലേ? അതന്നെ. ഡാഷ് ബൈ സ്ലീപ്. Okay. So the painter acted like a dead man in the floor. There was so windy, and Yes. the bear came slowly to the painter. Yes. The painter got really tensed or scared, but still he holds the breath. Yes, correct. Very good. Yeah, and then slowly the bear came near the painter and touched his nose and the ear. The bear was sniffing the painter face. Yes. Yes, is that enough? You want to Yes. add more thing? പ്രസൂബ അല്ലേ? Yes, ma'am. Sorry, yes, sir. Yes, പ്രസൂബക്ക് നല്ല ഭാവന ഉണ്ട്. വെരി ഗുഡ്. Okay. യെസ്, ആത്മജി, ആ കരടി അവിടുന്ന് വന്നിട്ട് ഉടൻ തന്നെ മടുത്തായിട്ട് പറഞ്ഞില്ല, വന്നു മരിച്ചതുപോലെ കിടക്കുന്ന ആളെന്ന് നോക്കി. അപ്പോഴെല്ലാം പ്രേക്ഷകരെ ഇങ്ങനെ ജിജ്ഞാസയിൽ നിൽക്കുള്ളൂ. യെസ്, അരികത്ത് വന്നൊന്ന് മണത്തു, ഒന്ന് മാറി നിന്നു. വേണമെങ്കിൽ ഒരു റൗണ്ട് ഈ ഡെഡ് ബോഡിക്ക് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്തു. യെസ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിപ്പോ കരടിയെ കുറിച്ച് പറഞ്ഞു. ഈ കെടുക്കുന്ന ആളെ കുറിച്ച് നമുക്ക് പറയാം. അയാള് ജീവനും മരണത്തിനും ഇടയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആ കെടുക്കുന്ന ആളല്ലെന്ന് വിചാരിക്കുക. അപ്പൊ അയാള് പെയിന്റ് എന്ത് ചെയ്തു? കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ മരണത്തെ മുന്നിൽ കാണുകയായിരുന്നു. യെസ്, അപ്പൊ ആ സാധനം കൂടെ. അപ്പൊ ടെമ്പോലും കൂന ഈ കഥ അറിയാൻ പാടില്ലാത്തവര് കരടി കടിക്കൂ ഇല്ലേ? നമ്മുടെ ടെമ്പോയിൽ നിൽക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ആള് ആരാണ്? യെസ്, ധൈര്യമായിട്ട് പോരെ, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ആരുടെ പേര് പറഞ്ഞില്ലാതെ ഉള്ളൂ. യെസ്, അന്ന് നമ്മുടെ എന്താ പറയാ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞപ്പോ തകർത്ത ആൾക്കാരല്ലേ ശ്രീവിദ്യ. യെസ്, പിന്നെ ശ്രുതി ഇല്ലേ? ശ്രുതി ശ്രുതി വന്നോ?
ഓക്കെ വന്നു. എന്തൊക്കെയുണ്ട് ശ്രുതി വിശേഷം? സുഖം. ഞാൻ ആദ്യത്തെ വിശേഷം ചോദിക്കുന്നത് ആദ്യം ഒന്ന് നിങ്ങളൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ചോദിച്ച് പറയുന്നതാണ് കേട്ടോ. ഒന്ന് സെറ്റ് റിലാക്സ്, നോ ടെൻഷൻ. ഇതല്ല ഇതിന്റെ അപ്പുറം നമ്മൾ ചാടി കിടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ടീച്ചർ ഇന്ന് പോകുന്നത് കൂടെ ഒരു ടീച്ചറായിട്ടാണ്. അപ്പോ ആ സ്ഥലത്ത് നമുക്ക് പ്രിപ്പറേഷൻ ഇല്ലാതെ കയറേണ്ടി വരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ഡാഷ് നോക്കാം. 7th ഡാഷ്. ഡാഷ് തിങ്ക് ഡെത്ത്. അതൊരു ഡെഡ് ബോഡി ആണെന്ന് ആര് ചിന്തിക്കുന്നു? നമ്മുടെ ചിന്തിക്കുന്നു. യെസ്, അത് ഏതാണ്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നു. അപ്പൊ ആ ഡാഷ് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ ഡാഷ് എടുത്തു. ഡാഷ് ഗോ അവേ. ഡാഷ് ഗോ അവേ എന്ന് പറഞ്ഞാൽ കരടി പോകുന്നു. ആ കരടി പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്നും കിട്ടുന്നില്ല. ചിന്തിക്ക്. ഡെഡ് ബോഡി മനസ്സിൽ കാണുക. ഡെഡ് ബോഡി ആയിട്ട് പേരിൽ അവിടെ കിടക്കുന്നു. കരടി വരുന്നു, കരടി ഓടിപ്പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൊടുക്കാവുന്ന 2-3 കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇംഗ്ലീഷോട്ടാക്കാം. പറഞ്ഞു. കരടി ചുറ്റിനും ഒരു റൗണ്ട് ഒക്കെ അടിച്ച് ഓക്കെ, അത് നല്ല കാര്യമാണ്. കരടി വേണമെങ്കിൽ സ്മെല് ചെയ്ത് നോക്കുന്നു. ഒന്നുകൂടി ഒരു സ്മെല് ചെയ്ത് നോക്കാം. യെസ്. അപ്പോ ഒരുപാട് നേരം അയാളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കരടി. യെസ്, ഓക്കെ. ശ്രുതി, അതായത് മുകളിൽ നിൽക്കുന്ന ഫാർമർ ഇതൊക്കെ കാണുന്നുണ്ട് ഇല്ലേ? അപ്പൊ അയാളെ കുറിച്ച് കണ്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് ചേർക്കാൻ പറ്റില്ലേ? കരടി വരുന്നതും സ്മെല് ചെയ്യുന്നതും ചെവിയുടെ അടുത്ത് വരുന്നതൊക്കെ മുകളിൽ ഫാർമർ കാണുന്നുണ്ട്. അപ്പൊ അയാളെ കുറച്ചുകൂടി ഒരു സ്ഥലത്ത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫാർമർ അവിടെ കാണുന്നുണ്ടായി. കണ്ടു ഭയങ്കര ടെൻഷനായിട്ട് മുകളിൽ നോക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ മുകളിൽ ചിന്തിക്കാം, കരടി പെയിന്ററെ കൊല്ലും എന്ന് ചിന്തിക്കാം. അത് കൊടുക്കാലോ നമുക്ക്. അത് പറയും. ഇപ്പൊ എത്ര കാര്യങ്ങൾ വന്നു അതിന്റെ ഇടക്ക്. എന്ത് നടക്കും, അയാളെ കഴിക്കുമായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് മുകളിലിരിക്കും. അത്രയും ശ്വാസം അടക്കി പിടിച്ച് മുകളിൽ ഇരിക്കുകയാണ്. നമ്മളെ ഈ കഥയിലല്ലെങ്കിൽ നമുക്ക് വേറൊരു ടിസ്റ്റ് കൊടുക്കായിരുന്നു. ആ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് ഇതിനകത്ത് ഉള്ള കഥയല്ല. നിങ്ങൾക്ക് ഒരു കഥ എഴുതാനോ അല്ലെങ്കിൽ പിക്ചേഴ്സ് ചെയ്ത് ഭാവന വന്നു കഴിയുമ്പോൾ ഇതാണ് കഥ. ഈ കഥ വെച്ചിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യും. ഇത് പറഞ്ഞാൽ ചിലപ്പോ നേരത്തെ പറഞ്ഞ അല്ലേ ഇതെന്ന് പറഞ്ഞത് ശ്രുതിക്ക് മുമ്പ് വന്ന ആളായിരുന്നു. ശ്രുതിക്ക് മുമ്പ് വന്നതാക്കണം. പ്രസുബക്ക് വേണമെങ്കിൽ വേറൊരു ചാൻസ് കൊടുക്കാം. ഈ ഫാർമറിരിക്കുന്ന കമ്പില്ലേ, അത് പെട്ടെന്ന് പൊടിയണം. അയാള് താഴെ വീണു. കേട്ടോ, അത് ചിന്തിക്കാത്ത കാര്യമല്ലേ? ഇത് ഈ കഥയുടെ സൂട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്ലൈൻ വെച്ചാൽ സൂട്ടാവില്ല. ഇവിടെ നമ്മളെന്തായാലും ചിന്തിക്കാമല്ലോ. ഇതുവരെ ആരും പറയാത്തൊരു സാധനമല്ലേ. അയാള് കൂട്ടുകാരനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. കൂട്ടുകാരൻ മരിച്ചതുപോലെ കിടന്നു. കരടി വന്നു മണത്തു മരിച്ചതിൽ പോകാൻ നോക്കുമ്പോഴാണ് മുകളിലിരിക്കുന്ന ഫാർമറിരിക്കുന്ന കൊമ്പൊടിയും താഴെ വീഴുകയും ചെയ്തു. അപ്പൊ കരടി നേരെ ആരുടെ നേരെയായി? ഫാർമറിന്റെ നേരെയായി. അപ്പൊ ഇവിടെ കൊല്ലപ്പെടുന്ന ഫാർമറാണ്. ആര് രക്ഷപ്പെട്ടു? പെയിന്റർ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ കൊണ്ടുവരാലോ. പക്ഷെ അതിലങ്ങനെ കൊണ്ടുവന്ന ലാസ്റ്റില് ആ ഫ്രണ്ടിനെ പറ്റി പറയണ്ടേ? ആ ലാസ്റ്റ് സെന്റൻസ് വരാൻ പറ്റില്ലല്ലോ. ഓക്കെ ഞാൻ പറയട്ടെ, ശരിയായിട്ട് പറഞ്ഞത്. ഈ കഥയിൽ വന്നു കഴിയുമ്പോ നമുക്ക് ലാസ്റ്റ് ഫാർമർ ടീമിനോടെയുണ്ട്, പെയിന്റർ ടീമിനോടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഈ കഥ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരു ഡീവിയേഷൻ കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കാം? അവിടെ വേണം വിട്ടു കൊടുക്കാം. ഞാനത് പറഞ്ഞത്
അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ബാക്കി നമുക്ക് തുടരും, പേടിക്കണ്ട. യെസ്, അപ്പൊ ഞാൻ ഇവിടെ ചെയ്തത് നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയുടെ ലെവലൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെടുത്തതാണ്. നിങ്ങൾ സ്കൂളിൽ ടീച്ചറായി ഈ കഥ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു രീതി എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കഥ ഒരു 10 അവരെ ബൈഹാർട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 10 സെന്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതി കുട്ടികളോട് പറയുന്നു. ഒരു കുട്ടിയോട് വരുന്നു വായിക്കുക, വായിക്കുന്നു, ബാക്കിയുള്ളവരെ കേട്ട് റിപ്പീറ്റ് ചെയ്തു. അടുത്ത കുട്ടി വരുന്നു വായിക്കുന്നു, അത് കേട്ട് റിപ്പീറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ നിങ്ങൾ കുട്ടികളോട് പറയുന്നു. അപ്പൊ 10 സെന്റൻസ് കുട്ടികളോട് പറയുന്നു. ടീച്ചർ ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വേർഡ് മാറ്റി കളയാൻ പോകും. എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വേർഡ് അത് നിങ്ങൾ ഓർത്ത് പറഞ്ഞോളണം. അങ്ങനെ എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് മാറ്റി കളയും. എന്നിട്ട് വീണ്ടും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പോഴും അവരെ കറക്റ്റ് ആയിട്ട് പറയും. മാറ്റി കളഞ്ഞ വേർഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇനി കുട്ടികളോട് ടീച്ചർ പറയുന്നു, ഇനി ഞാൻ എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വേർഡും ഞാൻ മാറ്റി കളയാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ മുഴുവൻ പറയണം, മാറ്റി വേർഡ് ഉൾപ്പെടെ പറയണം. അങ്ങനെ എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വേർഡ് മാറ്റി കളയും. കുട്ടികൾ വീണ്ടും അത് ആലോചിച്ച് പറയുന്നു. മൂന്നാമത്തെ വേർഡ് മാറ്റി കളയുന്നു. ലാസ്റ്റ് ബോർഡ് കംപ്ലീറ്റ് വായിക്കുന്നു. എന്നിട്ട് കുട്ടി കറക്റ്റ് ആയിട്ട് പറയും. യെസ്, അവിടെയാണ് കുട്ടികൾ കാണാതെ പറയുന്നത്. അതല്ലാതെ പഠിച്ചോടാ എന്ന് പറഞ്ഞു പോയാൽ കുട്ടി പഠിക്കില്ല. നമ്മളും മെനക്കെട്ടിരിക്കണം. നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുക. വായിച്ച് ഒരു വേർഡ് മാറ്റി കളഞ്ഞ് വീണ്ടും പറയിപ്പിച്ച് രണ്ടാമത്തെ വേർഡ് മാറ്റി കളഞ്ഞ് അതും ഓർമ്മയിൽ നിന്നെടുത്ത് പറയിപ്പിച്ച് അങ്ങനെ അങ്ങനെ മെനക്കെട്ട് നിങ്ങളും കൂടി ഇരിക്കുമ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്നത് ബുദ്ധിയും ബോധവും ഉള്ള വലിയ കുട്ടികളെയല്ല, ചെറിയ കുട്ടികളെയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതാ ചെയ്യാവും. നമുക്കിവിടെ ഓൺലൈൻ ആയതുകൊണ്ടുള്ള ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. യെസ്, ഓക്കെ. അപ്പോ നിങ്ങളുടെ പ്രകടനം ഇന്നത്തെ സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ ഇപ്പൊ നമ്മൾ പ്രെയർ ഒന്നും ചെയ്തില്ലല്ലോ. പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യത്തിലാക്കാം. യെസ്, സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റു കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്താ ജിനു? സർ, ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. 1 വീക്ക് മുന്നേ എനിക്കൊരു ബേബി ബോയ് ജനിച്ചു. സോ എല്ലാ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാണ്. ഓക്കെ 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 ഓക്കെ. യെസ്, ഫസ്റ്റ് ആദ്യത്തെ കുട്ടിയല്ലേ? അതെ 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 അതെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ ജിനു. ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ട്. ഓക്കെ, യെസ്. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 9 months ആയിട്ടേ ഉള്ളൂ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബി ബ്ലെസ്ഡ്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് റിഫോർ? സാർ അതൊന്നുമില്ല. ഓക്കെ 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 ഓക്കെ. നമ്മൾ ഈ സ്റ്റോറി അടുത്ത ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യണോ? നമുക്ക് നിങ്ങൾ ചെയ്തു വെക്കണ്ട. അതായത് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴല്ല, നിങ്ങൾ പറയുന്നത് മുഴുവനും നിങ്ങളുടെ എബിലിറ്റി ചെയ്യണം. യെസ്, മറ്റേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറയുന്നത് വിത്തൗട്ട് പ്രിപ്പറേഷൻ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് അവർ എബിലിറ്റി. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് വേറൊരു ലെവലാണ്. മറ്റേത് നമ്മൾ സമയം കൊടുത്ത് ആലോചിച്ച് നമുക്ക് വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഇനി ഇവിടെ നല്ലത് നമ്മളങ്ങനെ പോകുമ്പോൾ പല കാര്യങ്ങൾ നോ പ്രിപ്പറേഷൻ. ഞാനിവിടെ വരുന്നു, ചില കാര്യങ്ങൾ പറയുന്നു, ആ വന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അത് മതി. അവിടെ ഇരുന്നുള്ള ആലോചന മാത്രം മതി. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി ഒന്ന് മനസ്സിൽ വിചാരിച്ച് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സോ we will meet in the next class. Till then, bye. Okay, sir. Thank you, sir. Okay, Thank sir. you. Thank you, sir. Thank you, sir. Thank you, sir. Yes, sir. Thank you, sir. Okay.